നമസ്കാരം പ്രിയമുള്ളവർ, ഈ കാണുന്ന പ്ലാന്റ്സ് എന്താണെന്ന് മനസ്സിലായോ? അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നത് നീലാമരി എന്ന് പറയും. നീലാമരിയുടെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അരച്ച് എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കും. കൂടാതെ ഇതിൻ്റെ സീഡ് കേട്ടോ, പിന്നെ കൂടാതെ ഇത് നമ്മൾ നാച്ചുറൽ ഡൈസ് ഉപയോഗിക്കുന്നതിന് ഇതിൻ്റെ ഇലകൾ നമ്മൾ ഉണക്കി പൊടിച്ച് പിന്നെ മൈലാഞ്ചിയുമായി ചേർത്ത് നാച്ചുറൽ ഡൈ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ ഇത് നമ്മുടെ ഇതിൻ്റെ ഇതുകൂടാതെ നമ്മുടെ മുടി വളരാനുള്ള എന്ത് കാര്യത്തിനും എല്ലാ പിന്നെ മുടി സംബന്ധമായ അസുഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇതൊരു നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ്സാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നോക്കൂ, ഇതിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കൂ. ഇതാണ് ഇതിൻ്റെ സീഡ്. നമുക്ക് ഇതിൻ്റെ തൈകൾ ഇതെല്ലാം ഓരോ പയർ പോലെ കാണുന്ന ഓരോ ഇതിനകത്തും ധാരാളം അരികൾ കാണാം. ഈ അരികളെല്ലാം കൂടെ ഓരോ പ്ലാന്റ്സായിട്ട് നമുക്ക് ഇത് നമുക്ക് പറിച്ചെടുത്ത് മൂത്തതിന് ശേഷം പറിച്ചെടുത്ത് ഉണക്കി വേണം പാവാൻ, പുതിയ തൈകൾ നടാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം ഇപ്പം മൂത്തിട്ടില്ല, ഏകദേശം മൂക്കാറായ ഒരു സ്റ്റേജാണ്. ഒന്നുകൂടെ അത് കറുത്ത കളറായി കഴിഞ്ഞാൽ മൂത്ത് കാണും. അപ്പോൾ അതിനെ പറിച്ചെടുത്ത് ഉണക്കി സൂക്ഷിച്ച് അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഗ്രോ ബാഗിലോ തറയിലോ പാവി കിളിപ്പിച്ചിട്ടാണ് പുതിയ തൈ മുളയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും പെൺകുട്ടികളുള്ള വീട്ടിലെല്ലാം നീലമരി വെച്ച് പിടിപ്പിക്കുകയും മുടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമായിട്ട് നമുക്കിതിനെ വീട്ടിൽ വളർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് നീലമരി വെച്ച് പിടിപ്പിക്കുക.